ഹലോ ഹായ് ഡിയർ സോണിയാസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡ് സ്വാഗതം. ഇപ്പം ഇന്ന് ഈ വെളുത്തുള്ളിയൊക്കെ വെച്ചേക്കണം എന്താണെന്ന് വിചാരിക്കുമായിരിക്കില്ല. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 1/2 കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നാടൻ വെളുത്തുള്ളി പോലെയല്ല, അത്യാവശ്യം വലുപ്പമുള്ള അല്ലികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഞാൻ എന്തായാലും അതിന് ക്ലീൻ ചെയ്ത് ഓരോ അല്ലീനെയും 3-5 കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ പച്ചമുളക്, അതുപോലെ വറ്റൽമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണയാണ്. നിങ്ങൾ അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും വെളുത്തുള്ളി അച്ചാറിൻ്റെ കൂടി വറ്റൽമുളക് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റൗ കത്തിച്ച് അതിൻ്റെ മുകളിൽ പാൻ വെച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കാം. ഉലുവ പൊടിച്ചത് കഴിഞ്ഞ് കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഈ സമയത്ത് ഉലുവ ഇടേണ്ട ആവശ്യമില്ല, കടുകിട്ട് മാത്രം പൊട്ടിച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഉലുവാപ്പൊടി ഇല്ല, അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഉലുവാപ്പൊടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ആ ഫ്ലേവറൊക്കെ നല്ലതായിരിക്കും. ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഉലുവ ചേർക്കുന്നത്. ഇനി ഉലുവാപ്പൊടി കയ്യിലുള്ളവരാണെങ്കിൽ ഈ സമയത്തല്ല, അത് പൊടി മൂപ്പിക്കുമ്പോഴാണ് കേട്ടോ ചേർക്കേണ്ടത്. ഈ സമയത്ത് കടുക് മാത്രം ഇട്ട് പൊട്ടിച്ചാൽ മതിയായിരിക്കും. എന്തായാലും എൻ്റെ കടുകും ഉലുവയൊക്കെ ഏകദേശം പൊട്ടി വരുന്നുണ്ട്. അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത്, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഒന്ന് പെട്ടെന്ന് എന്താ പറയുക, വെന്ത് കിട്ടാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും. അതെ, വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാൻ ഇത്തിരി ചെറുതായിരുന്നു, അതുകൊണ്ട് ഇത്തിരി ഇളക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പിൻ്റെ അളവും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം ഉപ്പൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ. അപ്പം ചിലവർക്ക് നന്നായിട്ട് ഉപ്പ് വേണം, ചിലവർക്ക് അത് കുറവ് മതി. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം ഞാൻ മൂടി വെച്ച് വേവിച്ചത് ഇങ്ങനെ ഉടച്ച് നോക്കിയപ്പോൾ പെട്ടെന്ന് ഉടയുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ആ സ്പൂൺ കൊണ്ട് കുത്തി നോക്കുമ്പം പെട്ടെന്ന് ഉടയുന്നുണ്ട്. അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പൊടികളെല്ലാം ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നടുക്കൊരു കുഴി ഉണ്ടാക്കുക. കുഴി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടിയില്ല, സാധാ മുളക് പൊടി 1 ടേബിൾ സ്പൂണും, ഞാൻ ബാലൻസ് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് വെച്ചിട്ട് വേണം ചൂടാക്കാനായിട്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കായപ്പൊടി ഞാനൊരു 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പം ഉലുവാപ്പൊടി ഉള്ളവർ ഈ സമയത്താണ് ഉലുവ പൊടിച്ചത് ചേർക്കേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്താൽ മതി. കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണമൊക്കെ 1-2 മിനിറ്റ് കുറച്ച് വെച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പച്ചമണമൊക്കെ അങ്ങ് മാറിക്കോളും. അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഓക്കെ ആണെന്ന് തോന്നി. അതിന് ശേഷം ഞാൻ തിളപ്പിച്ച വെള്ളം, ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നതിനേക്കാൾ ഇഷ്ടം, തിക്കായിട്ടിരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തുള്ളത്. അല്ല, നിങ്ങൾക്ക് വെള്ളം ചേർക്കാൻ ഇഷ്ടമില്ല എങ്കിൽ ആ വിനാഗിരി ഒഴിക്കുന്നതോടുകൂടി തീ ഓഫ് ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും തീ കൂട്ടി വെച്ച് കൊടുത്തിട്ട് വെള്ളം വെള്ളത്തിൽ കിടന്ന് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം ഒരു 1/2 കപ്പ് ഒഴിച്ചാൽ അത് തിളച്ച് വരുമ്പോഴത്തേക്കും വറ്റി തന്നെ ഇരിക്കും, ഒരുപാട് ലൂസായിട്ടൊന്നും ഇരിക്കില്ല. അപ്പം അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഭയങ്കര തിക്കായിട്ടുള്ള ഇതിനേക്കാൾ ഇഷ്ടം ഇത്തിരി ലൂസായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും ഒരു മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്കും നിർത്തുവാണെങ്കിൽ അത് കറക്റ്റ് പരുവത്തിലായിട്ടിരിക്കും. അപ്പം നിങ്ങൾ ആരെങ്കിലും വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ വറ്റൽമുളക് ഇട്ട് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ, എങ്ങനെയുണ്ടായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, ഈ വെളുത്തുള്ളിയും ഈ വറ്റൽമുളകും കൂടെ ചേർന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ പറയണം. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ദേ കണ്ടോ, ആ വെള്ളം ഒഴിച്ചെങ്കിലും കറക്റ്റ് ആ തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ളൊരിത് കാണിച്ചു തരാം കേട്ടോ, പിക്ചർ കാണിച്ചു തരാം. നോക്ക്, ഈ ഒരു
പരുവത്തിൽ വരുമ്പോൾ അത് ഓക്കെയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ്. നിങ്ങൾക്ക് പുളിയൊന്നും കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ടാറ്റാ.